വി ഡി സതീശനായിരുന്നു ഏറ്റവും വലിയ ശത്രു. അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മൾ വർഗീയത പറയരുതെന്ന് പറയുമ്പോൾ വർഗീയത പറയുന്ന ആളുകളെല്ലാവരും ശത്രുക്കളാവും. അവരെന്നെ തോൽപ്പിക്കാൻ വരെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തി. പേര് പറഞ്ഞില്ലേ ഉള്ളൂ, വെള്ളപ്പള്ളിയെ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ അവരോടൊന്നും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. അവരുടെ പ്രായത്തെയും അവരിയ്ക്കുന്ന സ്ഥാനത്തെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ വർഗീയത പറയരുതെന്ന് പറയും, അത് പറയും, അത് ഇനിയും പറയും. മാത്രമല്ല വർഗീയത പറഞ്ഞവരെ കാറൊക്കെ വിമർശിച്ചു. ഞാൻ വേറൊരു വാചകം കൂടി പറഞ്ഞു. പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ച് നാളുകൂടെ ഉണ്ടാവുള്ളൂ. നമ്മുടെ കേരളം ഉണ്ടാവും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാവും. അവർ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മളതിന് സമ്മതിക്കില്ല എന്നാണ്. അതൊക്കെ കേരളം ഏറ്റെടുത്തു. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞ വാക്കാണ്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളായി സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാര്യവും നമ്മുടെ പാർട്ടിയുടെ കാര്യവും മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം കൂടി ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് കൂടിയൊക്കെ ചിന്തിക്കണം. എനിക്കത് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അതിലൊക്കെ വ്യക്തിപരമായ റിസ്ക് ഉണ്ട് ഈ കാര്യത്തിലൊക്കെ. ഇത്തരം നിലപാടുകൾ പറയുമ്പോൾ അവരത് വ്യക്തിപരമായി എടുക്കുകയും നമ്മളെ വ്യക്തിപരമായി ആക്രമിക്കുകയൊക്കെ ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ റിസ്ക് എടുക്കണ്ടേ? നമ്മൾ മുമ്പിൽ നിന്നത് പറയണ്ടേ? അത് ആ പറഞ്ഞതിനുള്ള അംഗീകാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിജയം. അങ്ങനെ പറയാൻ ഒരു നേതാവ് ഉണ്ടാകുക എന്നതാണ് കേരളത്തിൻ്റെ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അല്ല, അത് പറയണം. ഞാനൊരു കോൺഗ്രസ് ഐഡിയോളജിയിൽ ഫ്രെയിംവർക്കിൽ വളർന്ന ഒരാളാണ്, ആശയങ്ങൾ വളർന്ന ഒരാളാണ്. ഞാൻ മതേതരത്വത്തെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ്. അത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വം അല്ല ഇന്ത്യൻ മതേതരത്വം. പാശ്ചാത്യ നാടുകളിലെ മതനിരാസമാണ്, റിജക്ഷൻ ഓഫ് റിലീജിയനാണ്. ഇന്ത്യയിലെ മതേതരത്വം ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തണം. നമ്മളൊരു മതത്തിൽ വിശ്വസിക്കാം, പക്ഷേ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുമ്പോഴാണ്. സതീശൻ ഇത്തവണ നിയമസഭ കാണരുതെന്ന് അത്തരം ചില ആളുകൾ ശഠിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി? അല്ല, അവർ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. പലരും പറഞ്ഞല്ലോ, 3-ാം സ്ഥാനത്ത് വരുന്ന BJP 2-ാം സ്ഥാനത്ത് വരുന്നവർക്ക് വോട്ട് ചെയ്യണം, അപ്പോൾ 1-ാം സ്ഥാനം സതീശന് കിട്ടില്ല, തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള പല പ്രചരണങ്ങളും ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. എനിക്കെന്നെ നിയോജകമണ്ഡലത്തിൽ നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എന്നെ നിയോജകമണ്ഡലത്തിൽ പൂട്ടിയിടുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഏറ്റവും കുറവ് നിയോജകമണ്ഡലത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാൻ പോയി. എനിക്കെൻ്റെ പ്രവർത്തകരെക്കുറിച്ചും എൻ്റെ UDF പ്രവർത്തകരെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർ നോക്കിക്കോളുമെന്ന്.